ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറിയതിനു പിന്നാലെ ഇസ്രായേലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളിൽ സ്ഫോടന പരമ്പര. ടെൽ അവീവിലാണ് സംഭവം. ആളപായമില്ല, ഭീകരാക്രമണമാണെന്ന് അധികൃതർ സംശയിക്കുന്നു. ഗാസയിൽ നിന്ന് ബന്ദികളാക്കിയ 4 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയതിന് പിന്നാലെയാണ് സ്ഫോടന പരമ്പരകൾ നടന്നത്. മറ്റ് 2 ബസ്സുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ഇത് ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കുകയും ചെയ്തു. 5 ബോംബുകളും സമാനമാണെന്ന് ഇസ്രായേൽ പോലീസ് അറിയിച്ചു. എല്ലാ ബസ്സുകളിലും ഒരാൾ തന്നെയാണോ സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ബസ്സുകളിലും ട്രെയിനുകളിലും തെരച്ചിൽ നടത്തിവരികയാണ്. ഷിൻബെറ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. 4.5 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്രയേലിലെ നഗരമാണ് ടെൽ അവീവ്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറപ്പെടാനിരുന്ന ബസ്സായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. ആ സമയത്താണ് സ്ഫോടനമുണ്ടാവുന്നതെങ്കിൽ വലിയ സ്ഫോടനമായി മാറുമായിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനയുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചു. വെസ്റ്റ് ബാങ്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും പെട്ടെന്ന് തന്നെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി നടത്തുമെന്നും ഇസ്രയേൽ പറഞ്ഞു. ഇന്നലെയാണ് ഹമാസ് തടവിലിരിക്കെ കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറിയത്. 32-കാരിയായ ഷെരി ബിബാസ്, ഇവരുടെ മക്കളായ 9 മാസം പ്രായമുള്ള മകൻ ഫിർ, 4 വയസ്സുകാരൻ ഏരിയൽ എന്നിവരുടെയും 83-കാരനായ ഓദീദ് ലിഫ്ഷിറ്റിന്റെയും മൃതദേഹങ്ങളാണ് കൈമാറിയത്. ഹമാസ് തടവിലായവരുടെ ദുരിതങ്ങളുടെ പ്രതീകമായിരുന്നു ബിബാസ് കുടുംബം. ഖാൻ യുനീസിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതരാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. തുടർന്ന് ഇസ്രയേൽ സൈന്യത്തിന് കൈമാറി. വികാരനിർഭരരായി കാത്തുനിന്ന ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. യുദ്ധക്കുറ്റവാളി നെതന്യാഹുവും അയാളുടെ നാസി സൈന്യവും സൈനിസ്റ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈൽ വർഷിച്ചിവരെ കൊന്നുവെന്നെഴുതിയ പോസ്റ്ററും ഹമാസ് ഉയർത്തി. മൃതദേഹങ്ങൾ പരിശോധനകൾക്കായി അബു കബീർ നാഷണൽ സെന്റർ ഫോർ ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഹൃദയം കീറി മുറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രതികരിച്ചു. കഠിന വേദനയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തങ്ങളുടെ ഹൃദയം മുഴുവൻ രാജ്യത്തിന്റെയും ഹൃദയമാണ് കീറി മുറിക്കപ്പെട്ടത്. ഇസ്രയേലിനു വേണ്ടി താൻ തലകുനിച്ച് ക്ഷമ ചോദിക്കുന്നു. ആ ഭയാനക ദിവസം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതിരുന്നതിൽ, നിങ്ങളെ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിക്കാൻ കഴിയാതിരുന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഹെർസോഗ് പ്രസ്താവനയിൽ പറഞ്ഞു. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിലാണ് ബിബാസ് കുടുംബം ഉൾപ്പെടെയുള്ളവരെ ഹമാസ് ബന്ദിയാക്കി ഗാസയിലേക്ക് കടത്തിയത്. അതിൽ ഷിറിയുടെ ഭർത്താവ് യാർദൻ ബിബാസിനെ 484 ദിവസത്തിനു ശേഷം വിട്ടയച്ചിരുന്നു. ഷിറിയും മക്കളും ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ 2023 നവംബറിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.